Good morning, dear students. BA ഫൈനൽ ഇയർ പബ്ലിക് അഡ്മിനിസ്ട്രേഷന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പേപ്പറാണ് BPSC 114. ഇതിൽ 7th യൂണിറ്റ് അതിൻ്റെ ഒരു പാർട്ട് ഞാൻ എടുത്ത് തന്നിരുന്നു. അപ്പോൾ ഇന്ന് നാം നോക്കുന്നത് ഈ ഒരു യൂണിറ്റിൽ നിന്നും തിയറീസ് ഓഫ് സോഷ്യൽ ക്യാപിറ്റലിലെ പ്രധാനമായിട്ട് വരുന്നതാണ് ബോർഡിയോസ് തിയറി ഓഫ് ക്യാപിറ്റൽ. ബോർഡിയോസ് തിയറി ഓഫ് ക്യാപിറ്റൽ. സോഷ്യൽ ക്യാപിറ്റൽ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അത് യഥാർത്ഥത്തിൽ സോഷ്യൽ ക്യാപിറ്റൽ തിയറിയിൽ ഏറ്റവും പ്രൊപ്പോണൻറ്റ് ചലഞ്ചസ് ഫേസ് ചെയ്തു പോരുന്ന ഒന്നാണ്. ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ഫേസിങ് പ്രൊപ്പോണൻസ് ഓഫ് ദ സോഷ്യൽ ക്യാപിറ്റൽ തിയറി. This problem largely stems from the fact that social capital is a multi-dimensional phenomenon. Social capital എന്നതൊരു മൾട്ടി ഡയമെൻഷണൽ ഫിനോമിനൻ with each dimension contributing to the meaning of social capital. അപ്പോൾ സോഷ്യൽ ക്യാപിറ്റൽ നാം നോക്കുമ്പോഴേക്കും അതിനകത്ത് പല ടൈപ്സ് ഉണ്ട്. സോഷ്യൽ ക്യാപിറ്റൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇത് ഏറ്റവും പബ്ലിക് ഗവേണൻസിൻ്റെ പവർഫുൾ മെറ്റഫർ എന്ന രീതിയിലാണ്. സോഷ്യൽ ക്യാപിറ്റൽ നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ ഏറ്റവും നല്ലൊരു കോൺട്രിബ്യൂഷനാണ്, ഏറ്റവും നല്ലൊരു വാല്യൂ ആണ്, ബോണ്ടിങ്, ഇങ്ങനെ പല തരത്തിൽ. അതായത് നമ്മളുടെ സൊസൈറ്റിയിൽ നിലകൊള്ളുന്ന ജനങ്ങൾ എന്നത് തന്നെ ഏറ്റവും വലിയൊരു അസറ്റാണ്. അപ്പോൾ അത് ഹ്യൂമൻ ക്യാപിറ്റലാണ്. അപ്പോൾ ഈ സോഷ്യൽ ക്യാപിറ്റൽ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അത് അർത്ഥമാക്കുന്നത് റിസോഴ്സസിനെയാണ്. The resources are not a personal asset. No single person owns them. The resources reside on the social structure and in the network of relationships. അപ്പോൾ ഇത് സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ സമൂഹത്തിന് ഗുണകരമായിട്ട് നമ്മൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറേ അസറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായകമാകുക, അതിനുള്ള റിസോഴ്സസ്, ദാറ്റ് ഈസ് സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയാം. സോഷ്യൽ ക്യാപിറ്റൽ ഇൻഡിക്കേറ്റ് that the social capital is productive in nature like other capitals. ഇത് പ്രൊഡക്റ്റീവ് ആയിരിക്കണം. ടൈപ്സ് നോക്കുകയാണെങ്കിൽ സ്ട്രക്ചറൽ സോഷ്യൽ ക്യാപിറ്റൽ, കോഗ്നിറ്റീവ് സോഷ്യൽ ക്യാപിറ്റൽ. സ്ട്രക്ചറൽ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോഴേക്കും സോഷ്യൽ നെറ്റ്വർക്കിനെ ബേസ് ചെയ്ത് വരുന്നതായിരിക്കും. അസോസിയേഷൻസ്, ക്ലബ്ബ്, കൾച്ചറൽ ഗ്രൂപ്പ്സ്, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്. കോഗ്നിറ്റീവ് സോഷ്യൽ ക്യാപിറ്റൽ അത് ഷെയർഡ് നോംസിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതായിരിക്കാം. ബിലീഫ്സ്, ഇൻഡിവിജ്വൽസ് റിലേറ്റിംഗ് ട്രസ്റ്റ്, റെസിപ്രോസിറ്റി ആൻഡ് കോപ്പറേഷൻ, ഇതിനെയൊക്കെ ബേസ് ചെയ്ത്. ദെൻ ബോണ്ടിങ് സോഷ്യൽ ക്യാപിറ്റൽ റെഫേഴ്സ് ഇൻറ്ററാക്ഷൻ എമംഗ് ദ പീപ്പിൾ ഹു ആർ വെരി ക്ലോസ്. ബോണ്ടിങ് ക്യാപിറ്റൽ. അപ്പോൾ ബോണ്ടിങ് ക്യാപിറ്റൽ ഈസ് ലോക്കലൈസ്ഡ് ആൻഡ് ഫൗണ്ട് എമംഗ് പീപ്പിൾ ഹു ലിവ് ഇൻ ദ സെയിം ഓർ അഡ്ജസൻറ്റ് communities. Then also bridging social capital. Bridging social capital is more outward looking and engaged in a civic way. It narrows the gap between different communities and exercises open membership. That is bridging social capital. Then again linking social capital. Linking social capital ന്റെ പ്രത്യേകത എന്താണ്? It provides some network among individuals and groups who occupy different social positions and power. Then it reaches out to unlikely people in dissimilar situations. Also it involves networks and interactions of a particular community with the states or other agencies that are at the macro levels. Then horizontal social capital, it refers to lateral relations between people of similar status and power in a community. Then again vertical social capital, it relates the interactions, the relations among the people of different hierarchy and unequal power. Then it operates through formal hierarchical structures. It establishes a link between citizens and community leaders as well as decision makers. Then what about the theories of social capital? Theories of social capital പ്രധാനമായിട്ടും ഏതൊക്കെയാണ് വരുന്നത്? ബോർഡിയൻസ് തിയറി ഓഫ് സോഷ്യൽ ക്യാപിറ്റൽ, റോബർട്ട് ഡി പുട്നംസ് സിവിക് പെർസ്പെക്റ്റീവ് ഓൺ സോഷ്യൽ ക്യാപിറ്റൽ, ദെൻ റൊണാൾഡ് എസ് ബർട്ട്സ് നെറ്റ്വർക്ക് അപ്രോച്ച് ടു സോഷ്യൽ ക്യാപിറ്റൽ, ദെൻ കോൾമാൻസ് റാഷണൽ ചോയ്സ് അപ്രോച്ച് ടു സോഷ്യൽ ക്യാപിറ്റൽ. ഇങ്ങനെ സോഷ്യൽ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ് വ്യത്യസ്തങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, ബോർഡിയോസ് തിയറി ഓഫ് ക്യാപിറ്റൽ. പിയറി ബോർഡി, he has been an important contributor to the contemporary theory of social capital. He used the term social capital to describe the resources to which individuals have access as a result of their membership in groups. Social capital is a virtual resource that is acquired by individuals or groups through the possession of more or less institutionalized relationship of mutual acquaintance and recognition. അതായത് സോഷ്യൽ ക്യാപിറ്റലിൽ പ്രധാനമായി ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയറി
അതിൽ ഒന്നാമത്തേതാണ് ബോർഡിയോസ് തിയറി ഓഫ് ക്യാപിറ്റൽ. ഇദ്ദേഹം ഈ ഒരു മേഖലയിൽ തിയറി ഐഡിയ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാളാണ്. അദ്ദേഹം ഉപയോഗിക്കുന്ന ടേം സോഷ്യൽ ക്യാപിറ്റൽ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിസ്ക്രൈബ് ദ റിസോഴ്സസ് ടു വിച്ച് ഇൻഡിവിജ്വൽ ഹാവ് ആക്സസ് ആസ് എ റിസൾട്ട് ഓഫ് ദെയർ മെമ്പർഷിപ്പ് ഇൻ ഗ്രൂപ്പ്സ്. അപ്പോൾ ഇത് വിശദമാക്കുന്നത് റിസോഴ്സസ് വിച്ച് ദ ഇൻഡിവിജ്വൽസ് ഹാവ് ആക്സസ് ആസ് എ റിസൾട്ട് ഓഫ് ദെയർ മെമ്പർഷിപ്പ് ഇൻ ഗ്രൂപ്പ്സ്. അതായത് വ്യക്തികൾ പല വിഭാഗങ്ങളായിട്ട് കൂടി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ ആ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നതിലൂടെ അതിൻ്റെ പരിണിതഫലമായിട്ട് അവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന റിസോഴ്സസ് എന്തൊക്കെയാണ്? അപ്പോൾ ഒന്നിച്ചു കൂടുമ്പോഴേക്കും ആ കൂട്ടത്തിൽ നിന്നും അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതുകൊണ്ട് സോഷ്യൽ ക്യാപിറ്റൽ എന്നത് ഒരു വിർച്വൽ റിസോഴ്സസ് ആയിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. ആൻഡ് ദിസ് വിർച്വൽ റിസോഴ്സ് വിച്ച് ഈസ് അക്വയർഡ് ബൈ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ത്രൂ ദി പൊസഷൻ ഓഫ് മോർ ഓർ ലെസ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റിലേഷൻഷിപ്പ് ഓഫ് മ്യൂച്വൽ അക്വിൻറ്റൻസ് ആൻഡ് റെക്കഗ്നിഷൻ. അതായത് ഞാൻ ഒറ്റക്ക് നിൽക്കുമ്പോഴേക്കും എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഗുണങ്ങളേക്കാൾ കൂടുതലാണ് ഞാൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ കൂടെ, ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൂടെ ചേരുമ്പോഴേക്കും അതിൽ ചേർന്നതിന് ശേഷം എനിക്ക് അവരെ അറിയുവാനും അവരിലൂടെയുള്ള ഗുണങ്ങൾ എനിക്ക് നേടിയെടുക്കുവാനും അങ്ങനെ പരസ്പരം പരിചയപ്പെടുവാനും എല്ലാം കൂടുതൽ പൊസസ് ചെയ്യുവാനും എല്ലാം അങ്ങനെ നമുക്ക് അവസരം വന്നു ചേരുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് സോഷ്യൽ ക്യാപിറ്റൽ ഈസ് എ വിർച്വൽ റിസോഴ്സ് ദാറ്റ് ഈസ് അക്വയർഡ് ബൈ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ത്രൂ ദ പൊസഷൻ ഓഫ് മോർ ഓർ ലെസ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റിലേഷൻസ് ഓഫ് മ്യൂച്വൽ അക്വിൻറ്റൻസ് ആൻഡ് റെക്കഗ്നിഷൻ. Therefore, social capital resides the individual and is linked to social connections that a person can utilize for advancement. വികസനത്തിന് വേണ്ടി വ്യക്തികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് സോഷ്യൽ കണക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ലിങ്ക് ചെയ്യിച്ചുകൊണ്ട് ഓരോ വ്യക്തിക്കും താൻ താമസിച്ചു പോരുന്ന ആ ഇടങ്ങളെ സാമൂഹിക വികസനത്തിന് വേണ്ടി സാമൂഹിക അടിത്തറയിലുള്ള റിസോഴ്സസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തനിക്കും കൂടി ഒരു സ്വീകാര്യത കണ്ടെത്തുന്നതിന് വേണ്ടിയെല്ലാം ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുമെന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ള ആശയം. ഓക്കെ, ദെൻ ബോർഡിയോ saw social capital as a property of the individual rather than the collective, derived primarily from one's social position and status in society. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്, സോഷ്യൽ ക്യാപിറ്റൽ എന്നത് ഒരു വ്യക്തിയുടെ ഒരു പ്രോപ്പർട്ടി എന്ന രീതിയിൽ ആണ് കണക്കാക്കുന്നത്. അതൊരു കളക്റ്റീവ് ഡിറൈവ്ഡ് അസറ്റ്, കളക്റ്റീവ് അഥവാ ഡിറൈവ്ഡ് അസറ്റ് എന്ന രീതിയിൽ കണക്കാക്കുന്നതിന് ഉപരിയായിട്ട് ഒരാൾക്ക് അയാളുടെ സാമൂഹിക സ്റ്റാറ്റസ്, സാമൂഹിക പദവികൾ സമൂഹത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നതെല്ലാം തന്നെ അത് തികച്ചും അയാൾക്ക് ലഭ്യമാകുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയായിരിക്കും. സോ സോഷ്യൽ ക്യാപിറ്റൽ എനേബിൾസ് എ പേഴ്സൺ ടു എക്സെർട്ട് പവർ ഓൺ ദ ഗ്രൂപ്പ് ഓർ ഇൻഡിവിജ്വൽ ഹു മൊബിലൈസസ് ദ റിസോഴ്സസ്. റിസോഴ്സസ് മൊബിലൈസ് ചെയ്യുന്ന വ്യക്തികളുടെ ഇടയിൽ, മൊബിലൈസ് ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഒരു വ്യക്തി കൂടിച്ചേരുമ്പോൾ ആ വ്യക്തിക്കും അയാളിലുള്ള പവർ എക്സെർട്ട് ചെയ്യുവാൻ, ഉയർത്തി കാണിക്കുവാനായിട്ട് സഹായകമാകും. ദ റിലേഷൻഷിപ്സ് ആൻഡ് ഇൻ്ററാക്ഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ആക്സസിങ് റിസോഴ്സസ്. അപ്പോൾ ഇവിടെ റിസോഴ്സ് ആക്സസ് ചെയ്യുന്നതിന് അതിൽ ഏറ്റവും പ്രധാനം എന്താണ്? റിസോഴ്സസ് കൈവശം നേടിയെടുക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അവിടെ പ്രധാനമായിട്ടും ഇവർക്കിടയിൽ, വ്യക്തികൾക്കിടയിൽ റിലേഷൻഷിപ്പ്, അവർക്കിടയിലുള്ള ഇൻ്ററാക്ഷൻസ് ഇവയെല്ലാം വളരെ പ്രധാനമാണ് എന്ന് പറയാം. സോ സോഷ്യൽ ക്യാപിറ്റൽ ഈസ് നോട്ട് യൂണിഫോംലി അവൈലബിൾ ടു മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ്. എല്ലായിടത്തും ജനങ്ങൾക്ക് അല്ലെ വ്യക്തികളുടെ ഇടയിൽ എല്ലാവരുടെ ഇടയിലും സോഷ്യൽ ക്യാപിറ്റൽ ഒരേപോലെ യൂണിഫോം മാനറിൽ ലഭ്യതയുണ്ടാകണമെന്നില്ല. ബട്ട് അവൈലബിൾ ടു ദോസ് ഹു പ്രൊവൈഡ് എഫർട്ട്സ് ടു അക്വയർ ഇറ്റ് ബൈ അച്ചീവിങ് പൊസിഷൻസ് ഓഫ് പവർ ആൻഡ് സ്റ്റാറ്റസ് ആൻഡ് ബൈ ഡെവലപ്പിംഗ് ഗുഡ് വിൽ. അതായത് എനിക്കൊരു നല്ലൊരു ഗുഡ് വില്ല് നേടണം, ജനങ്ങളുടെ ഒരു നല്ലൊരു വാക്ക് എനിക്ക് നേടിയെടുക്കണം ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തിലൂടെ. അപ്പോൾ ഞാൻ ആ പ്രവർത്തനം നന്നായി ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു എഫർട്ട് ആ ഒരു ഗ്രൂപ്പിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ, ആ ഗ്രൂപ്പിൻ്റെ ഇടയിലൊരു സ്വീകാര്യത നേടുന്നതിന് വേണ്ടിയിട്ട് ഒരു റിസോഴ്സസ് എന്ന രീതിയിൽ മാറ്റിയെടുക്കുന്നതിന്, അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന പ്രവർത്തനം, മെമ്പേഴ്സിൻ്റെ ഇടയിൽ എനിക്ക് എന്നെ അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഇടപെടൽ, ആ പവർ, ആ സ്റ്റാറ്റസ്, ആ പൊസിഷൻ, ഇവയെല്ലാം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി എത്രത്തോളം എഫർട്ട് ഏറ്റെടുക്കുന്നുവോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്ക് തന്നെ ആ ഒരു ഗ്രൂപ്പിലിടയിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇടയിൽ ഒരു ഗുഡ് വിൽ ഡെവലപ്പ് ചെയ്യുവാനായിട്ട് സാധിക്കുക. അപ്പോൾ അത് അവരിലേക്ക് വരുന്ന സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട്, സോഷ്യൽ ക്യാപിറ്റലിൻ്റെ ഭാഗമായിട്ട് നിലനിർത്തുവാൻ സാധിക്കുമെന്നതാണ് ബോർഡിയോസ് തിയറി ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, സെക്കൻഡ് തിയറി
കോൾമാൻസ് റാഷണൽ ചോയ്സ് അപ്രോച്ച് ടു സോഷ്യൽ ക്യാപിറ്റൽ. ജെയിംസ് കോൾമാൻ, he proposed the concept of social capital in the context of the rational choice theory. അദ്ദേഹത്തിൻ്റെ rational choice theory ആണ്. കോൾമാൻ ടേംഡ് സോഷ്യൽ ക്യാപിറ്റൽ ആസ് എ കളക്റ്റീവ് അസെറ്റ് ഓഫ് ദ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൻ്റെ കളക്റ്റീവ് അസെറ്റാണ് സോഷ്യൽ ക്യാപിറ്റൽ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വിച്ച് ഈസ് എസെൻഷ്യലി റിസൈഡിങ് ഇൻ ദ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് റിലേഷൻഷിപ്സ് എമംഗ് പീപ്പിൾ. അപ്പോൾ ഇത് നിലകൊള്ളുന്നത് സോഷ്യൽ സ്ട്രക്ചറിലാണ്. ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ പടുത്തുയർത്തുന്ന ആ ഒരു സാമൂഹിക അടിത്തറ, ആ സാമൂഹിക അടിത്തറയിൽ നിലനിൽക്കുന്ന ബന്ധങ്ങൾ ജനങ്ങൾക്കിടയിൽ അവിടെയാണിത് നിലകൊള്ളുന്നത്. സോ കോൾമാൻ സോ സോഷ്യൽ ക്യാപിറ്റൽ ആസ് എ പബ്ലിക് ഗുഡ്. സോഷ്യൽ ക്യാപിറ്റലിനെ അദ്ദേഹം ഒരു പബ്ലിക് ഗുഡ് എന്ന രീതിയിലാണ് അദ്ദേഹം കണക്കാക്കി പോരുന്നത് എന്ന് പറയാൻ സാധിക്കും. സോഷ്യൽ ക്യാപിറ്റൽ ആസ് എ പബ്ലിക് ഗുഡ് വെയർ ദി ആക്ഷൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് ബെനിഫിറ്റ് ദ വോൾ. അപ്പോൾ അവിടെ വ്യക്തികളുടെ ആക്ഷൻസിന്, വ്യക്തികളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ മൊത്തത്തിൽ എന്ത് കിട്ടും? ബെനിഫിറ്റ് ലഭ്യമാകുമെന്നുള്ളതാണ്. ഓക്കെ. ഫോർ കോൾമാൻ, ഇൻഡിവിജ്വൽസ് എൻഗേജ് ഇൻ സോഷ്യൽ ഇൻ്ററാക്ഷൻസ്, റിലേഷൻഷിപ്സ് ആൻഡ് നെറ്റ്വർക്ക്സ് ഫോർ ആസ് ലോങ് ആസ് ദ ബെനിഫിറ്റ്സ് ആർ അവൈലബിൾ. അപ്പോൾ കോൾമാനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? സാമൂഹികപരമായ ഇൻ്ററാക്ഷൻസിൽ വ്യക്തികൾ ഇടപെടുന്നു. സോഷ്യൽ ഇൻ്ററാക്ഷൻസിൽ വ്യക്തികൾ എൻഗേജ് ചെയ്യുമ്പോൾ ഈ ഇൻ്ററാക്ഷൻസിലൂടെയാണ് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്, സൊസൈറ്റിയിലെ ഒരു നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ ആ നെറ്റ്വർക്കിൻ്റെ ചങ്ങലകളായി നിൽക്കുന്ന പരസ്പര ബന്ധിതമായി സോഷ്യൽ ഇൻ്ററാക്ഷന് വരുന്നവർക്കിടയിൽ അതൊരു എന്താ ഉണ്ടാക്കുന്നത്? അതൊരു സാമൂഹികപരമായ ഒരു സ്ട്രക്ചർ അവിടെ രൂപപ്പെടുത്തുകയാണ്. സോ ദിസ് ലോജിക് സ്റ്റെംസ് ഫ്രം ദി റാഷണൽ ചോയ്സ് തിയറി വിച്ച് എക്സ്പ്ലെയിൻസ് ഹ്യൂമൻ ബിഹേവിയർ. അപ്പോൾ ഇവിടെ ഒരു സാമൂഹിക അടിത്തറ ഇങ്ങനെ വ്യക്തികൾ മുഖേനയുള്ള സാമൂഹികപരമായ ആശയവിനിമയത്തിലൂടെ പടുത്തുയർത്തുമ്പോഴേക്കും അവിടെ ഉണ്ടാകുന്ന ആ ഒരു ലോജിക് സ്റ്റെം, അവിടെ ഒരു സ്റ്റെം ഏതിൽ നിന്നാണ് ഉണ്ടാകുന്നത്? റാഷണൽ ചോയ്സ് തിയറിയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ആ ഒരു സ്റ്റെം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? മനുഷ്യ സ്വഭാവം. ഏതിലൂടെ? റാഷണാലിറ്റിയിലൂടെ. ദ സ്റ്റെം വിച്ച് എക്സ്പ്ലെയിൻസ് സോഷ്യൽ ഹ്യൂമൻ ബിഹേവിയർ ത്രൂ റാഷണാലിറ്റി ആൻഡ് ദീസ് ആക്ഷൻസ് ആർ സെറ്റ് ഇൻ എ പർട്ടിക്കുലർ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ഇടപെടൽ, അവരുടെ സ്വഭാവങ്ങൾ, അവിടെ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതൊരു പ്രത്യേക സാമൂഹ്യപരമായ സന്ദർഭത്തിൽ അതിനെ പരിഗണിക്കുകയും and that is accounting for not only the actions of individuals but also the development of social organization. അപ്പോൾ അവിടെ സോഷ്യൽ ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന രീതിയിൽ വ്യക്തികളുടേതായ ആക്ഷൻസ് എല്ലാം എന്ന രീതിയിലാണ്. ഓക്കെ. സോഷ്യൽ ക്യാപിറ്റൽ ലൈക്ക് അതർ ഫോംസ് ഓഫ് ക്യാപിറ്റൽ ഈസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഫെസിലിറ്റേറ്റ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് സർട്ടൻ എൻഡ്സ് ദാറ്റ് വുഡ് ബി ഇമ്പോസിബിൾ ടു അറ്റൈൻ ഇൻ ഇറ്റ്സ് അബ്സെൻസ്. അപ്പോൾ മറ്റ് രൂപത്തിലുള്ളതുപോലെ തന്നെ, അതായത് ക്യാപിറ്റലിൻ്റെ പല രൂപങ്ങളുണ്ടെന്ന് നാം പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നാം നോക്കുമ്പോൾ സോഷ്യൽ ക്യാപിറ്റൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് സർട്ടൺ എയിംസ് അച്ചീവ് നേടുന്നതിന് വേണ്ടി, അല്ല ചില ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട്, ദി അച്ചീവ്മെൻറ്റ് ഓഫ് സർട്ടൺ എൻഡ്സ്, സർട്ടൺ എയിംസ് ദാറ്റ് വുഡ് ബി ഇമ്പോസിബിൾ ടു അറ്റൈൻ ഇൻ ഇറ്റ്സ് അബ്സെൻസ്. അപ്പോൾ സോഷ്യൽ ക്യാപിറ്റൽ ഇല്ലായെങ്കിൽ ചില സോഷ്യൽ എയിംസ് നമുക്ക് നേടാൻ സാധിക്കില്ല. അതുകൊണ്ട് സോഷ്യൽ ക്യാപിറ്റലിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് എന്ത് നേടാം? ചില സോഷ്യൽ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും. സോഷ്യൽ ക്യാപിറ്റൽ ഈസ് വാല്യുബിൾ ഇൻ ഫെസിലിറ്റേറ്റിംഗ് സർട്ടൺ ആക്ഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. അപ്പോൾ സോഷ്യൽ ക്യാപിറ്റൽ നിലവിലുണ്ടെങ്കിൽ അത് മുഖേനയുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ചില പ്രവർത്തനങ്ങളെ നന്നായി ത്വരിതപ്പെടുത്തുവാൻ സഹായിക്കുന്നു. സോഷ്യൽ ക്യാപിറ്റലിൻ്റെ ആ ഒരു പ്രത്യേക ഗുണം അത് തീർച്ചയായിട്ടും മറ്റ് രൂപത്തിലുള്ള ക്യാപിറ്റലിൽ നിന്നും സാമൂഹികമായ ഗുണനന്മ അല്ലെങ്കിൽ നന്മ ഉണ്ടാക്കുന്നതിന് വേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സോഷ്യൽ ക്യാപിറ്റൽ ഈസ് ഇൻഹെറൻറ്റ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് റിലേഷൻസ് എമംഗ് ഇൻഡിവിജ്വൽസ്. വ്യക്തികളുടെ ഇടയിൽ നിലനിൽക്കുന്ന ആ ഒരു സാമൂഹ്യപരമായ ബന്ധത്തിൻ്റെ അടിത്തറ പാകുന്നതിന് സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടാവണം. സോഷ്യൽ ക്യാപിറ്റൽ കംസ് ത്രൂ ചേഞ്ചസ് ഇൻ റിലേഷൻഷിപ്പ് എമംഗ് പേഴ്സൺസ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ആക്ഷൻ. സോഷ്യൽ ക്യാപിറ്റൽ വന്നു ചേരുന്നത് വ്യക്തികൾക്കിടയിലുള്ള റിലേഷൻഷിപ്പിലെ മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റങ്ങളിലൂടെയാണ് ആക്ഷൻസ് എല്ലാം കൂടുതൽ ത്വരിതഗതിയിലാക്കുന്നത്. ദിസ് മീൻസ് സോഷ്യൽ ക്യാപിറ്റൽ ഇസ് ലെസ് ടാഞ്ചിബിൾ ദാൻ ഫിസിക്കൽ ഓർ ഹ്യൂമൻ ക്യാപിറ്റൽ. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? സോഷ്യൽ ക്യാപിറ്റൽ എന്നത് ലെസ് ടാഞ്ചിബിൾ ദാൻ ഫിസിക്കൽ ഹ്യൂമൻ ക്യാപിറ്റൽ. അത് ഫിസിക്കൽ അഥവാ ഹ്യൂമൻ ക്യാപിറ്റലിനെ ഒരു താരതമ്യം ചെയ്യുമ്പോൾ സോഷ്യൽ ക്യാപിറ്റൽ എന്നത് ടാഞ്ചിബിൾ അല്ല. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കത് തൊട്ട് നോക്കാനായിട്ട് സാധിക്കില്ല. അത് ലെസ് ടാഞ്ചിബിളാണ്. നമുക്കങ്ങനെ തൊട്ട് സ്പർശിച്ചറിയാൻ പറ്റുന്നതായിരിക്കില്ല. അത് സാമൂഹ്യ ഗുണങ്ങൾ വന്നു ചേരുമ്പോൾ ആ ഗുണങ്ങൾ
ആയിരിക്കും ഇവിടുത്തെ സോഷ്യൽ ക്യാപിറ്റലായിട്ട് വരുന്നത്. ഇറ്റ് എക്സിസ്റ്റ് ഇൻ റിലേഷൻസ് ആൻഡ് ഇൻറ്ററാക്ഷൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്. ഇത് നിലനിൽക്കുന്നത് ഓരോരോ ഗ്രൂപ്പിൻ്റെ ഇടയിലെ വ്യക്തികളുടെ ഇൻറ്ററാക്ഷൻസിൻ്റെ ഇടയിൽ, അവരുടെ റിലേഷൻസിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കാം എന്നതാണ്. അടുത്തത് റോബർട്ട് ഡി പുട്ട്മാൻസ് സിവിക് പെർസ്പെക്റ്റീവ് ഓൺ സോഷ്യൽ ക്യാപിറ്റൽ എന്നുള്ളൊരു ഭാഗമാണ്. റോബർട്ട് ഡേവിഡ് പുട്ട്മാൻസ് ഐഡിയ ഓഫ് സോഷ്യൽ ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദാറ്റ് സോഷ്യൽ നെറ്റ്വർക്ക് കണ്ടെയ്ൻസ് വാല്യൂ ഓർ ഇൻഡിവിജ്വൽസ്. അതായത് സോഷ്യൽ നെറ്റ്വർക്കിൽ ഇൻഡിവിജ്വൽസിൻ്റെ വാല്യൂവുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ് സോഷ്യൽ ക്യാപിറ്റൽ. സോ ഇറ്റ് റെഫേഴ്സ് ടു ദ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻസ്. സോഷ്യൽ ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് സച്ച് ആസ് നെറ്റ്വർക്ക്സ്, നോംസ്, ദെൻ ട്രസ്റ്റ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ആക്ഷൻ ആൻഡ് കോപ്പറേഷൻ ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ്. അതായത് വ്യക്തികൾ തമ്മിൽ പരസ്പരം ഇടപെടുമ്പോൾ അവരുടെ ഇടയിലുണ്ടാകുന്ന എല്ലാ വ്യക്തികളും കൂടി ചേരുമ്പോൾ അവർക്കിടയിലുണ്ടാകുന്ന ആശയവിനിമയത്തിന് സാമൂഹിക അടിത്തറ പാകുന്ന നെറ്റ്വർക്ക്, അവരുടേതായ നോംസ്, അവരുടെയുള്ള വിശ്വാസം, ഇവയെല്ലാം പരസ്പരം ബെനിഫിഷ്യൽ ആയിട്ടുള്ള എഫക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നാം കാണുന്ന ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ പോലെ തന്നെ സോഷ്യൽ ഇൻ്ററാക്ഷൻ influence the productivity of the individuals and groups. Physical capital remains in physical objects. Human capital is a property of individuals. എന്നാൽ സോഷ്യൽ ക്യാപിറ്റൽ അത് തീർച്ചയായിട്ടും ദാറ്റ് എക്സിസ്റ്റ് ഇൻ റിലേഷൻസ് എമംഗ് ഇൻഡിവിജ്വൽസ് ത്രൂ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് നെറ്റ്വർക്ക്. അപ്പോൾ സോഷ്യൽ സ്ട്രക്ചർ, സോഷ്യൽ നെറ്റ്വർക്ക്, ഇതിലൂടെയൊക്കെയാണ് സോഷ്യൽ ക്യാപിറ്റൽ ഡെവലപ്പ് ചെയ്ത് വരിക എന്നുള്ളതാണ്. The relations between individuals and their constant interactions ഫോം സോഷ്യൽ നെറ്റ്വർക്ക്. അപ്പോൾ ഇവിടെ വ്യക്തികൾ പരസ്പരം എന്ത് ചെയ്യുന്നു? അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നു. അങ്ങനെ ഇൻ്ററാക്ട് ചെയ്യുമ്പോഴേക്കോ അവിടെ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് രൂപപ്പെടുന്നു. ഈ സോഷ്യൽ നെറ്റ്വർക്ക് രൂപപ്പെടുമ്പോഴേക്കും ആ സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ ഇടയിലെ വ്യക്തികൾ ചില നോംസ്, റെസിപ്രോസിറ്റി, അതുപോലെ ട്രസ്റ്റ് വർത്തിനെസ്, ഇതെല്ലാം കീപ്പപ്പ് ചെയ്താണ് മുന്നോട്ട് കൊണ്ടുപോവുക. ഇത്തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങളെല്ലാം തന്നെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ കാണാം. സോ ദീസ് ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ ലൈഫ് റിവോൾവ് അറൗണ്ട് ബിൽഡിംഗ് സോഷ്യൽ ക്യാപിറ്റൽ. ഇതാണ് സോഷ്യൽ ക്യാപിറ്റൽ ബിൽഡപ്പ് ചെയ്യുന്നതിന് നമുക്ക് ഗുണകരമാകുന്നത്. ദേ അലൗ ദ പാർട്ടിസിപ്പൻസ് ടു ആക്ട് ടുഗദർ മോർ എഫക്റ്റീവ്ലി ടു അച്ചീവ് കളക്റ്റീവ് ഗോൾസ്. അപ്പോൾ ഇവ എന്തിന് സഹായകമാകുന്നു എന്നുള്ളതാണ്. പാർട്ടിസിപ്പൻസിനെ ഒരുമിച്ച് ഒരു വിഭാഗത്തിൻ്റെ ഭാഗമായി നാം ഒരു ഗ്രൂപ്പിലേക്ക് വന്നെത്തുമ്പോൾ ആ ഗ്രൂപ്പിൻ്റേതായ ചില സവിശേഷതകൾ നമ്മളിലേക്കും വന്നു ചേരുകയാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസ് ആരാണോ അവർക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് വളരെ ഫലപ്രദമായ രീതിയിൽ ആ ഒരു കളക്റ്റീവ് ഗോൾ എന്താണോ അവർ മുന്നോട്ട് വയ്ക്കുന്നത് അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരവും വന്നു ചേരുന്നു. ആ ഇൻ്ററാക്ഷൻ ആ വ്യക്തിയിലും ചില ഗുണങ്ങൾ രൂപപ്പെടുവാനായിട്ട് സഹായകമാണ് എന്നതാണ്. Then Putnam treated social capital as a public good. The amount of participatory potential, civic orientation. അപ്പോൾ സോഷ്യൽ ക്യാപിറ്റലിനെ അദ്ദേഹം ട്രീറ്റ് ചെയ്യുന്നത് എന്തായിട്ടാണ്? പബ്ലിക് ഗുഡ് എന്ന രീതിയിലാണ്. പബ്ലിക് ഗുഡ് എന്ന് പറയുമ്പോൾ ദ എമൗണ്ട് ഓഫ് പാർട്ടിസിപ്പേറ്ററി പൊട്ടൻഷ്യൽ, എത്ര പേര് അതിലേക്ക് പങ്കെടുക്കുന്നു, അവരുടെ സിവിക് ഓറിയൻറ്റേഷൻ എത്രത്തോളമുണ്ട്, അതിൽ എത്രത്തോളം ആളുകൾ പരസ്പരം ട്രസ്റ്റ് കീപ്പപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു, അവരുടെ ആ ഒരു സ്റ്റേറ്റ്, ദ നേഷൻ എന്നുള്ള ആ ഒരു ഐഡിയ, ഇവയെല്ലാം പ്രധാനമാണ്. സോ സോഷ്യൽ ക്യാപിറ്റൽ ഈസ് എസെൻഷ്യലി ദ എമൗണ്ട് ഓഫ് ട്രസ്റ്റ് അവൈലബിൾ and is the main stock characterizing the political culture of modern societies. അതുകൊണ്ട് സോഷ്യൽ ക്യാപിറ്റൽ എന്നത് പ്രത്യേകിച്ചും എന്താണ്? ദ എമൗണ്ട് ഓഫ് ട്രസ്റ്റ്. ട്രസ്റ്റിൻ്റെ ആ ഒരു വിശ്വാസം എന്നുള്ളത് എത്രത്തോളം, അതിൻ്റെ അടിസ്ഥാനം എത്രത്തോളമാണ് ലഭ്യതയുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ദ മെയിൻ സ്റ്റോക്ക് ക്യാരക്ടറൈസിങ് ദ പൊളിറ്റിക്കൽ കൾച്ചർ ഓഫ് മോഡേൺ സൊസൈറ്റീസ്. അപ്പോൾ ട്രസ്റ്റ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് എത്രത്തോളം അതിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്, അത് പൊളിറ്റിക്കൽ കൾച്ചറുമായി ബന്ധപ്പെട്ട് ആ മോഡേൺ സൊസൈറ്റിയിൽ അതിൻ്റെ ഒരു എക്സിസ്റ്റൻസ് എത്രത്തോളം ഉണ്ട് എന്നതെല്ലാം പരിഗണിക്കേണ്ടതുണ്ട്. സോ പുട്നാം ഫോളോസ് കോൾമാൻസ് ബിലീഫ് ദാറ്റ് social capital is a quality that can be a facilitator of interpersonal cooperation. ഇൻ്റർപേഴ്സണൽ കോർപ്പറേഷൻ്റെ ഒരു ഫെസിലിറ്റേറ്റർ എന്ന രീതിയിൽ നിലവിലുണ്ടാകാൻ സാധ്യതയുള്ള ക്വാളിറ്റിയെ നമുക്ക് സോഷ്യൽ ക്യാപിറ്റൽ എന്ന രീതിയിൽ പറയാം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സൊസൈറ്റിയുടെ സ്റ്റെബിലിറ്റിക്ക്, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിലുള്ള എഫക്റ്റീവ്നെസ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇതിലെല്ലാം തന്നെ സോഷ്യൽ ക്യാപിറ്റൽ ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റലിനേക്കാളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാം. ഓക്കെ, ദെൻ വൺ മോർ ആസ്പെക്റ്റ്, റൊണാൾഡസ് ബർട്ട്സ് നെറ്റ്വർക്ക് അപ്രോച്ച് ടു സോഷ്യൽ ക്യാപിറ്റൽ. റൊണാൾഡ് എസ് ബർട്ട് കോൾമാൻ്റെ ഐഡിയാസുമായിട്ട് അദ്ദേഹത്തിൻ്റെ റാഷണൽ ചോയ്സ് പെർസ്പെക്റ്റീവ് എന്ന ആശയം പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരാളുടെ ആശയമാണ് ഏതാണ്? റൊണാൾഡ് എസ് ബർട്ട്. ഹീ പ്രൊപ്പോസ്ഡ് ഹിസ് കൺസെപ്റ്റ് സോഷ്യൽ ക്യാപിറ്റൽ ഇൻ ദ സ്ട്രക്ചർ തിയറി ഓഫ് ആക്ഷൻ.
അദ്ദേഹം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സ്ട്രക്ചറൽ തിയറി ഓഫ് ആക്ഷൻ. ഈ തിയറി അസ്യൂം ചെയ്യുന്നത് എന്താ? ആൻ ആക്ടർ പെർഫോമിങ് എ സോഷ്യൽ ആക്ഷൻ. ഒരു അഭിനേതാവ് അയാൾ എന്ത് ചെയ്യുന്നു? ഒരു ആക്ഷൻ അവിടെ അയാൾ കൈകാര്യം ചെയ്യുന്നു അല്ലേ? അതൊരു ആക്ടറാണ്, ഒരാളാണ്. അപ്പോൾ ഒരാൾ അവിടെ ഒരു സിംഗിൾ പെർഫോമർ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. അയാളൊരു സിംഗിൾ പെർഫോമർ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി ചേർന്നോ ആ ഗ്രൂപ്പിൻ്റെ കൂടെയോ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഒരു സിംഗിൾ പെർഫോമർ ആണെങ്കിൽ അവിടെ എന്താണ്? ഇൻഡിവിജ്വൽ ഗോൾ. ഗ്രൂപ്പ് ആണെങ്കിലോ മാക്സിമൈസിങ് ദ ഗ്രൂപ്പ് ഓറിയൻറ്റഡ് ദെയർ ഗോൾ അച്ചീവ്മെൻറ്റ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? മാക്സിമൈസ് ദെയർ ബെനിഫിറ്റ്സ്. സോ വൺസ് അഗെയിൻ the theory assumes that an actor performing a social action can be a single person or a group pursuing individual goals to maximize their benefits. അപ്പോൾ ഇവിടെ ഇൻഡിവിജ്വൽ ഗോൾസിനെ എന്ത് ചെയ്യണം? മാക്സിമം അച്ചീവ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ നിൽക്കുന്ന ആക്ടർ അയാളുടെ പക്കൽ എന്തുണ്ടായിരിക്കും? ഹി ഹാസ് സ്പെസിഫിക് റിസോഴ്സസ് ദാറ്റ് ഡിറ്റർമിൻ ദ ഫ്രെയിം ഇൻ വിച്ച് ദ ഗോൾസ് ക്യാൻ ബി അച്ചീവ്ഡ്. അപ്പോൾ ഇയാളുടെ പക്കൽ ആക്ട് ചെയ്യുന്ന ആളാരാണോ അയാൾ ഇപ്പോൾ സിംഗിൾ ആവാം അല്ലെ ഒരു ഗ്രൂപ്പ് ഓറിയൻറ്റഡ് ആവാം. അപ്പോൾ അവർ ആക്ട് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ പക്കൽ എന്തുണ്ട്? റിസോഴ്സസ് ഉണ്ട്. ഈ റിസോഴ്സസ് ആണ് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്? ദ ഫ്രെയിം ഇൻ വിച്ച് ദ ഗോൾസ് ക്യാൻ ബി അച്ചീവ്ഡ്. അപ്പോൾ എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യണം, ഗോൾ അച്ചീവ് ചെയ്യാൻ ആ ഫ്രെയിം എന്തായിരിക്കണം എന്നത് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ സിമിലർലി ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ആക്ടർ ആർ ഡിറ്റർമിൻഡ് ബൈ ദ സറൗണ്ടിങ് സോഷ്യൽ സ്ട്രക്ചർ. അതുപോലെ ഈ ആക്ട് ചെയ്യുന്ന അയാൾക്കുണ്ടാകുന്ന താല്പര്യം, ആക്ടേഴ്സ് ഇൻട്രസ്റ്റ്, ഇത് തീരുമാനിക്കപ്പെടുന്നത് എന്തായിരിക്കും? ആ സാമൂഹിക സ്ട്രക്ചറിൻ്റെ സറൗണ്ടിങ്സ്, ദാറ്റ് ഈസ് ദ സറൗണ്ടിങ്സ് ഓഫ് ദി സോഷ്യൽ സ്ട്രക്ചർ. അക്കോർഡിംഗ്ലി ദ സോഷ്യൽ ആക്ഷൻ ഇൻവോൾവ്സ് സെവറൽ കമ്പോണൻസ്. അപ്പോൾ സോഷ്യൽ സ്ട്രക്ചറിൻ്റേതായ അന്തരീക്ഷം എന്താണോ അതിനെ ആശ്രയിച്ചായിരിക്കും അയാളുടെ താല്പര്യം വരുന്നത്. അപ്പോൾ ആ സോഷ്യൽ സ്ട്രക്ചർ, ആ സോഷ്യൽ അറ്റ്മോസ്ഫിയർ അയാൾക്ക് ഗുണകരമായിട്ട് അയാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അവിടെ ആ സറൗണ്ടിങ്സ് ഉണ്ടെങ്കിൽ അയാൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അക്കോർഡിംഗ്ലി ദ സോഷ്യൽ ആക്ഷൻ ഇൻവോൾവ്സ് സെവറൽ കമ്പോണൻസ്. അപ്പോൾ സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നതോ സെവറൽ കമ്പോണൻസ്. എന്താണത്? ദ ആക്ടർ ഈസ് ദ സോഴ്സ് ഓഫ് ആക്ഷൻ. സോഴ്സ് ഓഫ് ആക്ഷൻ ആരിലാണ്? ആക്ടറിലാണ്. റിസോഴ്സസ് ആർ ദ കണ്ടീഷൻസ് ഓഫ് ആക്ഷൻ. ഇയാൾ എന്തുകൊണ്ടാണ് ആക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കൈവശമുള്ള ഏത് റിസോഴ്സസ് ആണോ അതാണ് അയാൾക്കുള്ള കണ്ടീഷൻ. അപ്പോൾ ആക്ട് ചെയ്യണം, അവിടെ പ്രവർത്തിക്കണം. പ്രവർത്തിക്കാനായിട്ട് അയാളുടെ പക്കലുള്ള വ്യവസ്ഥ എന്താണ്? തൻ്റെ പക്കലുള്ള റിസോഴ്സസിനെ ബേസ് ചെയ്തായിരിക്കും. സോ ദ ആക്ടർ ഈസ് ദ സോഴ്സ് ഓഫ് ആക്ഷൻ, ദ റിസോഴ്സസ് ആർ ദ കണ്ടീഷൻസ് ഓഫ് ആക്ഷൻ ആൻഡ് ദ മോട്ടിവേഷൻ ഓഫ് ദി ആക്ടർ ഈസ് ദ റീസൺ ഫോർ ആൻ ആക്ഷൻ. അവിടെ ആക്ഷൻ നടത്തുന്നതിൻ്റെ കാരണം എന്താണ്? ആ ആക്ടറെ സംബന്ധിച്ച് അയാൾക്ക് തരുന്ന ലഭ്യമാകുന്ന മോട്ടിവേഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടും ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു തിയററ്റിക്കൽ ആസ്പെക്റ്റിൽ പ്രതിപാദിക്കുന്നത്. സോഷ്യൽ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് റൊണാൾഡസ് ബർട്ടിൻ്റെ അപ്രോച്ചാണ് നെറ്റ്വർക്ക് അപ്രോച്ച്. ആ സോഷ്യൽ ക്യാപിറ്റലിലെ നെറ്റ്വർക്ക് അപ്രോച്ച് എന്ന് പറയുമ്പോഴേക്കും ഒരു ആക്ഷൻ, അതിൻ്റെ ഒരു ആക്ടറും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, ആ ആക്ടർ തനിച്ച് നിന്ന് ആക്ട് ചെയ്യുന്നു, അയാൾക്ക് ഒരു എയിം ഉണ്ടായിരിക്കും, ആ എയിമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും അയാളുടെ റിസോഴ്സ് അയാൾ യൂസ് ചെയ്യുന്നത്. റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ബെനഫിറ്റ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സിംഗിളായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടോ അയാൾ ട്രൈ ചെയ്യുന്നു, അതിനുവേണ്ടി റിസോഴ്സസ് യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളോടുകൂടി ഈ ഒരു തിയറി പാർട്ട്, ദ തിയറീസ് ഓഫ് സോഷ്യൽ ക്യാപിറ്റൽ എന്നൊരു ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതും അടുത്തൊരു വീഡിയോ സെഷനിൽ നമുക്ക് മറ്റൊരു ഭാഗവുമായി വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഈ ഒരു ക്ലാസ് സെഷനുമായി ബന്ധപ്പെട്ട് വാച്ച് ചെയ്യുന്ന BPSC 114 ക്ലാസ് സെഷനുമായി ബന്ധപ്പെട്ട് വാച്ച് ചെയ്യുന്നവർ ക്ലാസ് കേൾക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. ദയവ് ചെയ്ത് ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ ഈ വീഡിയോസ് കേട്ടും പോകാതെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. കാരണം ഇനിയും പുറകെ നിങ്ങളുടേതായ ബാച്ച് കുട്ടികൾ പുറകെ വരും. അപ്പോൾ അവർക്കും ഇത് ഗുണകരമാണെന്ന് അവർക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങളിത് കേട്ടിട്ട് ജസ്റ്റ് കേട്ട് പോവാതെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യാനും. ഓക്കെ, ഇതുവരെ നൽകിയിട്ടുള്ള പിന്തുണയ്ക്കെല്ലാം നന്ദി, സന്തോഷം. താങ്ക് യു.